ഹായ് ഓൾ, വെൽക്കം ടു ASB അക്കാഡമി. എന്റെ പേര് ജിജി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് SSC CGLന്റെ എക്സാം പാറ്റേൺ ആണ്. നമുക്കറിയാം SSC CGLന്റെ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ അടുത്ത മാസം വരും, അല്ലെ? ഏപ്രിലിൽ വരും. അപ്പൊ അതിനു മുമ്പ് തന്നെ പ്രിപ്പറേഷൻ തുടങ്ങണം. അപ്പൊ ഒത്തിരി പേർക്ക് ആഗ്രഹം ഉണ്ടാവും എങ്ങനെയാണ് അതിന്റെ എക്സാം പാറ്റേൺ വരുന്നത്. അപ്പോൾ SSC CGLന് അപ്ലൈ ചെയ്യാനുള്ളവര് അതിന്റെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രാജുവേറ്റ് ലെവലാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ അതിന്റെ എക്സാം പാറ്റേൺ നോക്കാം. ഈ എക്സാം എന്ന് പറയുന്നത് 2 tier ആയിട്ടാണ് നടക്കുന്നത്. ഓക്കെ, tier 1ഉം tier 2ഉം. അത് കഴിഞ്ഞിട്ട് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ട്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, അതെ സാധാരണ പോലെ. അപ്പൊ ഇതിലെ tier 1ല് നമുക്ക് നോക്കാം എത്ര മാർക്കാണ്, എങ്ങനെയാണ് പാറ്റേൺ എന്ന്. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങും ജനറൽ അതിന് 25 ക്വസ്റ്റ്യൻസിനും 50 മാർക്ക്. അതായത് ഒരു ചോദ്യത്തിന് 50 മാർക്ക്, ഒരു ചോദ്യത്തിന് 2 മാർക്ക് വീതം. അപ്പൊ 25 ചോദ്യങ്ങൾക്ക് 50 മാർക്കാണ്. ജനറൽ അവയർനെസ് 25 ചോദ്യമാണ്, 50 മാർക്കാണുള്ളത്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 25 ചോദ്യങ്ങളും 50 മാർക്കാണ് വരുന്നത്. ഇംഗ്ലീഷ് കോംപ്രഹെൻഷന് 25 ചോദ്യങ്ങളും 50 മാർക്കുമാണ് വരുന്നത്. ഓക്കെ, ഇതാണ് ഇതിന്റെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. ഇതാണ് ഇതിന്റെ എക്സാം പാറ്റേൺ വരുന്നത്. ഇനി ഇത് ടോട്ടൽ നമ്മൾ നോക്കുവാണെങ്കിൽ 100 ചോദ്യങ്ങളാണ്, 200 മാർക്കാണ് വരുന്നത്. ഓക്കെ, അപ്പോ മാത്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ എന്തായിരുന്നു ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ്, അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ജനറൽ അവയർനെസ്സും വരുന്നുണ്ട്, ഇംഗ്ലീഷും വരുന്നുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനെ നമുക്ക് ഇതിന്റെ കൂടെ കൂട്ടാം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ 50 ചോദ്യങ്ങൾ മാത്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് 100 മാർക്ക് മാത്സ് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. 50 ഇംഗ്ലീഷിനും 50 ജനറൽ അവയർനെസ്സിനുമാണ് വരുന്നത്. 50 ജനറൽ അവയർനെസ്സിനാണ് വരുന്നത്. ഇതാണ് SSC CGL നമുക്ക് വരുന്നത്. SSC CGL നമുക്ക് വരുന്നത് എന്ന് പറയുന്നത്. ഇനി അടുത്ത നമ്മൾ നോക്കുവാണെങ്കിൽ ഇതില് എത്ര സമയമാണ് ഉള്ളത്, എത്ര സമയമാണ് നമുക്ക് ഈ ഒരു എക്സാം എഴുതാനുള്ളത്. ഈ ഒരു എക്സാം എഴുതാൻ നമുക്കുള്ള സമയം എന്ന് പറയുന്നത് 1 മണിക്കൂറാണ്. അപ്പൊ 1 മണിക്കൂറിൽ നമ്മൾ എന്തായിരുന്നു 100 ചോദ്യങ്ങൾക്ക് ആൻസർ എഴുതണം. ഇതിൽ നെഗറ്റീവ് മാർക്ക് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, നെഗറ്റീവ് മാർക്ക് ഉണ്ട്. 0.05 ആണ് ഇതിന്റെ നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്നത്. ഓരോ റോങ് ആൻസറിനും നിങ്ങൾക്ക് എന്തായിരുന്നു 0.05, അതായത് അര മാർക്ക് കുറയ്ക്കും. ഓക്കെ, ഓരോന്നിനും നിങ്ങൾക്ക് അര മാർക്ക് കുറയും. അങ്ങനെയാണ് ഇതിന്റെ നെഗറ്റീവ് മാർക്ക്. ഈ tier 1 നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ അടുത്തത് tier 2 ആണ് വരുന്നത്. tier 2 തന്നെ 2 പേപ്പർ ആണ് വരുന്നത്. അതിൽ ആദ്യത്തെ പേപ്പറിൽ എല്ലാവർക്കും എഴുതണം. ആദ്യത്തെ പേപ്പർ എല്ലാവർക്കും കമ്പൽസറി ആയിട്ട് എഴുതേണ്ടതാണ്. ഇതില് 2.5 മണിക്കൂറാണ് ഫസ്റ്റ് പേപ്പറിനുള്ളത്. ഇത് രണ്ടാമത്തെ പേപ്പർ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ള ഏത് പോസ്റ്റിന് അപ്ലൈ ചെയ്യുന്നവർക്കാണ്? ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2. അപ്പൊ ഇതിനുള്ളവർക്കാണ് എന്തായിരുന്നു 2 മണിക്കൂർ വരുന്നത്. ഓക്കെ, ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറും സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 എന്തെന്ന് പറയുന്നത് രണ്ടാമത്തെ പേപ്പർ വരുന്നത്. അത് 2 മണിക്കൂറാണ് വരുന്നത്. ഇനി ആദ്യത്തെ പേപ്പറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് 2 സെക്ഷൻ ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. സെക്ഷൻ 1ഉം സെക്ഷൻ 2ഉം. ഈ സെക്ഷൻ 1ലും സെക്ഷൻ 2ലും കൂടിയിട്ട് 3 സബ് സെക്ഷൻസ് വീണ്ടും വരുന്നുണ്ട്. ഓക്കെ, സെക്ഷൻ 1, സെക്ഷൻ 2, സെക്ഷൻ 3. ഓരോ സെക്ഷനിലും വീണ്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 മൊഡ്യൂൾസ് ആയിട്ട് വരുന്നത്. ആദ്യത്തെ സെക്ഷനിൽ വരുന്നത് മൊഡ്യൂൾ 1ഉം മൊഡ്യൂൾ 2ഉം ആണ്. മൊഡ്യൂൾ 1ലും മൊഡ്യൂൾ 2ലും മാത്സ് ആൻഡ് റീസണിംഗ് ആണ് വരുന്നത്. 30 ചോദ്യങ്ങളും 90 മാർക്കും. അതായത് ഒരു ചോദ്യത്തിന് 3 മാർക്ക് വീതം 90 മാർക്കാണ്. ഇതിന്റെ വെയിറ്റേജ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 23% വെയിറ്റേജ്. 1 മണിക്കൂറാണ് ആദ്യത്തെ സെക്ഷൻ എഴുതി കഴിഞ്ഞു. 60 ക്വസ്റ്റ്യൻ ആണുള്ളത്. 60 ക്വസ്റ്റ്യൻ ആണുള്ളത്. മാത്സിന്റെ സെക്ഷൻ ആണ്, 60 ക്വസ്റ്റ്യൻ ആണ്. അതിന് എത്ര മാർക്കാണ്? 90 വെച്ചിട്ട് 180 മാർക്കാണ് മാത്സിന് മാത്രം വരുന്നത്. ഓക്കെ, മാത്സും റീസണിങ്ങിന് 180 മാർക്കാണ് വരുന്നത്. 1 മണിക്കൂറാണുള്ളത്. ഇനി രണ്ടാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹെൻഷനും ജനറൽ അവയർനെസ്സും ആണ്. രണ്ടാമത്തെ സെക്ഷനിൽ 1ഉം 2 മൊഡ്യൂളിൽ വരുന്നത്. 45 മാർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിനും കോംപ്രഹെൻഷനും ഉണ്ട്. 25 മാർക്ക് ജനറൽ അവയർനെസ്സും ഉണ്ട്. അപ്പൊ 45 മാർക്ക് ആവുമ്പോൾ 3 മാർക്ക് വെച്ച് 135 മാർക്കാണ്. 45 ക്വസ്റ്റ്യന് 135 മാർക്കാണ് വരുന്നത്. അതുപോലെ ജനറൽ അവയർനെസ്സിന് 25 ചോദ്യങ്ങൾക്ക് 75 മാർക്ക്. ഒരു ചോദ്യത്തിന് 3 മാർക്ക് വീതം. അങ്ങനെയാണ് ഇതിന്റെ വെയിറ്റേജിൽ വരുന്നത്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹെൻഷന് 35%, അതുപോലെ തന്നെ ജനറൽ അവയർനെസ്സിന് 19%. ഇത് രണ്ടെണ്ണം കൂടി എഴുതാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന മണിക്കൂർ എന്ന് പറയുന്നത് 1 മണിക്കൂറാണ്. അത് കഴിഞ്ഞ് സെക്ഷൻ 3ലും 2 മൊഡ്യൂൾ ഉണ്ട്. ഒന്ന് കമ്പ്യൂട്ടർ നോളേജ് ടെസ്റ്റ് ആണ്. കമ്പ്യൂട്ടർ നോളേജ് ടെസ്റ്റും
അതിൽ കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ 20 ചോദ്യങ്ങളാണ്, 60 മാർക്കാണ്. ഇത് ക്വാളിഫയിങ് നേച്ചറിലുള്ളതാണ്. 15 മിനിറ്റ് കൊണ്ടാണ് ഇത് നിങ്ങൾ പാസ്സാകേണ്ടത്. മൊഡ്യൂൾ 2 ഡേറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റ് ആണ്. ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ 1 ഡേറ്റ എൻട്രി ടാസ്ക് ആണ് വരുന്നത്. ഇതും 15 മിനിറ്റിനുള്ളിൽ ഒരു ക്വാളിഫയിങ് എന്നുള്ള പേപ്പർ എന്നുള്ള രീതിയിലാണ് ഡേറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റ് നടത്തുന്നത്. ഇനി അടുത്തത് രണ്ടാമത്തെ പേപ്പർ നമ്മൾ നോക്കുവാണെങ്കിൽ പേപ്പർ 2 നമ്മൾ പറഞ്ഞു സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2ഉം അതുപോലെ തന്നെ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ ഒക്കെയാണ്. അപ്പോൾ ഇതിലെ ഒരു സെക്ഷനേ വരുന്നുള്ളൂ, അത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. 100 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, 200 മാർക്ക്. അതായത് ഒരു ചോദ്യത്തിന് 2 മാർക്ക് എന്ന രീതിയിൽ 200 മാർക്കാണ് വരുന്നത്. 2 മണിക്കൂറാണ് സമയം വരുന്നത്. ഈ 2 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഇത് എഴുതി തീർക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതില് റോങ് ആൻസർ പേപ്പർ 2ന് എന്താണ് പെനാലിറ്റി വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ പേപ്പർ 1ൽ നമ്മൾ പറഞ്ഞു 3 സെക്ഷൻസ് ഉണ്ട് എന്ന്. ഈ 3 സെക്ഷൻ 1ഉം സെക്ഷൻ 2ഉം അതുപോലെ തന്നെ സെക്ഷൻ 3ലെ മൊഡ്യൂൾ 1ഉം ഇല്ലേ, അതിനെന്തായിരുന്നു നെഗറ്റീവ് മാർക്ക് ഉണ്ട്. എത്രയാ നെഗറ്റീവ് മാർക്ക്? 1 മാർക്കാണ് നെഗറ്റീവ് മാർക്ക് വരുന്നത്. ഇനി രണ്ടാമത്തെ പേപ്പർ വരുന്ന സമയത്ത്, അതായത് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ആ ഒരു പേപ്പർ വരുന്ന സമയത്ത് ഓരോ റോങ് ആൻസറിനും 1/2 മാർക്ക് വീതമാണ് പോകുന്നത്. ഓരോ റോങ് ആൻസറിനും 1/2 മാർക്ക് വീതമാണ് പോകുന്നത്. ഇതാണ് ആ ഒരു എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി നമുക്ക് RRBയുടെ കോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ SSCയുടെ കോഴ്സും അങ്ങനെ മറ്റുള്ള നമുക്ക് AZBയിൽ തന്നെ ഒത്തിരി കോഴ്സുകൾ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മുടെ കോഴ്സുകൾ എന്ന് പറയുന്നത് ലൈവ് ക്ലാസ്സും റെക്കോർഡ് സെഷനും അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും അവൈലബിൾ ആണ്. ഇപ്പോ ലൈവ് ക്ലാസ് ഉണ്ട്, റെക്കോർഡ് സെഷൻ ഉണ്ട്, ടെസ്റ്റ് സീരീസ് ഉണ്ടാവും, PYQ ഡിസ്കഷൻ ഉണ്ടാവും, മെന്ററിംഗ് സപ്പോർട്ട് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഈ കോഡ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യാം, JIGI20 എന്ന് പറയുന്ന കോഡ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് എൻക്വയറി, അതൊക്കെ നിങ്ങളുടെ കൺസേൺ എന്താണെന്ന് ചോദിക്കുക. ആ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനിൽ പഠിച്ചു തുടങ്ങാം, ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങാം കേട്ടോ. അപ്പൊ വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം. ബൈ.